നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോർപ്പറേഷനുകൾ ഇത്തവണയും ഇടതുമുന്നണി ഭരിക്കുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവയാണ് കേരളത്തിലെ കോർപ്പറേഷനുകൾ. ഇതിൽ കണ്ണൂർ മാത്രമാണ് UDFിൻ്റെ കയ്യിലുള്ളത്. തൃശ്ശൂരിൽ ഒരു UDF വിമതനാണ് മേയറായിരിക്കുന്നത്. ബാക്കിയുള്ള തിരുവനന്തപുരവും കൊല്ലവും കോഴിക്കോടുമെല്ലാം ഇടതുമുന്നണിയുടെ കയ്യിലാണ്. കൊച്ചിയും ഇടത് തന്നെയാണ് ഭരിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം CPMൻ്റെ ആളുകളാണ് മേയർമാർ. ഇത്തവണ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ UDFിനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കോർപ്പറേഷനുകൾ ഇത്തവണയും CPMും ഇടതുമുന്നണിയും ഭരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ BJP വലിയൊരു ശക്തിയായി മുന്നോട്ട് വരും. ഇപ്പോൾ തന്നെ പ്രധാന പ്രതിപക്ഷം BJP ആണ് തിരുവനന്തപുരത്ത്. അവർ ആ പ്രതിപക്ഷ സ്ഥാനം നിലനിർത്തും. കോൺഗ്രസിന് കഷ്ടിച്ചൊരു 15 വാർഡുകളിലധികം ലഭിക്കില്ല എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. CPMന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനുകൾ സീറ്റുകൾ കുറഞ്ഞാലും ഭരണം നിലനിർത്താൻ അവർക്ക് കഴിയുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്നത്. അതുപോലെ കൊല്ലം കോർപ്പറേഷൻ ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും കുത്തക തന്നെയാണ്. കോൺഗ്രസ് ഇതുവരെ അങ്ങനെ ലഭിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കൊല്ലം കോർപ്പറേഷനും CPM നിലനിർത്തും. പിന്നെ ഉള്ളത് കൊച്ചിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ. കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2 തവണ UDF ആണ് ഭരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് UDF ഉണ്ടായ ചില പടലപ്പിണക്കങ്ങളൊക്കെ മൂലം CPM അല്ലെങ്കിൽ ഇടതുമുന്നണി കൊച്ചി കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചു. ഇപ്പോൾ അനിൽകുമാറാണ് മേയർ. അടുത്ത തവണയും കൊച്ചിയിലെ ഭരണം CPM തന്നെ നിലനിർത്താൻ, കൊച്ചി കോർപ്പറേഷൻ്റെ ഭരണം CPM ഇടതുമുന്നണിയും നിലനിർത്തുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതേസമയം തൃശ്ശൂരിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ BJP വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ തവണ മേയർ സ്ഥാനാർത്ഥിയായി അവതരിച്ച BJPയുടെ B ഗോപാലകൃഷ്ണൻ പരാജയപ്പെട്ടെങ്കിലും BJPയുടെ തൊഴുത്തിൽ കുത്തുമൂലം കുറേ BJP നേതാക്കൾ അവിടെ പരാജയപ്പെട്ടെങ്കിലും ഇത്തവണ BJP വലിയ തോതിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ BJP തൃശ്ശൂരിൽ പ്രതിപക്ഷമാവുകയും ഇടതുമുന്നണി ഭരണപക്ഷമാവുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാം എന്നുള്ള സൂചന ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അത് ഇടതുമുന്നണി നിലനിർത്തും. അതേസമയം കണ്ണൂരിലാണ് ജീവൻ മരണ പോരാട്ടം. കണ്ണൂർ കോർപ്പറേഷൻ എന്തു വന്നാലും പിടിച്ചേ മതിയാകുമെന്നുള്ള വാശിയിലാണ് CPMും ഇടതുമുന്നണിയും മുന്നോട്ട് പോകുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോൾ UDFിൻ്റെ കയ്യിലാണ്. അത് എന്തു വന്നാലും തിരിച്ചു പിടിച്ച് അടങ്ങുക എന്നുള്ള, കാരണം കണ്ണൂർ എപ്പോഴും CPMൻ്റെ ഒരു പ്രസ്റ്റീജ് പോരാട്ടത്തിൻ്റെ മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളതെല്ലാം. കണ്ണൂർ കോർപ്പറേഷൻ ആവട്ടെ, കണ്ണൂർ അസംബ്ലി ആവട്ടെ, കണ്ണൂരിലെ മറ്റുള്ള മണ്ഡലങ്ങളാവട്ടെ, കണ്ണൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാവട്ടെ, എല്ലാം ഈ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് CPMൻ്റെ ഒരു പ്രസ്റ്റീജ് ജില്ലയാണെന്നുള്ളതുകൊണ്ട് ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കണമെന്നുള്ള വാശിയോടെ തന്നെ CPM മുന്നോട്ട് പോവുകയാണ്. ഇത്തവണ UDFിൻ്റെ കയ്യിൽ നിന്ന് തങ്ങൾ കണ്ണൂർ കോർപ്പറേഷൻ തിരിച്ച് പിടിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം CPMന് ഉണ്ടെങ്കിലും അവിടെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയൊക്കെ ശക്തി കേന്ദ്രങ്ങൾ ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അത് UDFിൻ്റെ കയ്യിൽ നിന്ന് കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക അത്ര എളുപ്പമല്ല എന്ന് CPMനും അറിയാം. അതേസമയം കോഴിക്കോടും കൊച്ചിയും കൊല്ലവും തിരുവനന്തപുരവും ഇത് 4 കൃത്യമായി CPMൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തൃശ്ശൂരും കണ്ണൂരും മാത്രമേ ഒരു സംശയം പോലും അക്കാര്യത്തിലുള്ളൂ. തൃശ്ശൂരിൽ ഈ BJP വോട്ടുകൾ കൂടുന്നതുകൊണ്ട് ഒരുപക്ഷെ എങ്ങനെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ CPMന് സംശയമുണ്ട്. കോഴിക്കോട് യാതൊരു സംശയവുമില്ല, അത് ഇടതുമുന്നണിക്ക് തന്നെയാണ്. അവിടെ തൃശ്ശൂരും കണ്ണൂരും ഒരു ജീവൻ മരണ പോരാട്ടത്തിന് CPM ഒരുങ്ങിയാണ്. ബാക്കിയുള്ള കോർപ്പറേഷനുകളെല്ലാം തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് എന്നീ 4 കോർപ്പറേഷനുകൾ സമ്പൂർണ്ണമായിട്ടും അത് CPMൻ്റെ കയ്യിൽ തന്നെയായിരിക്കും, ഇടതുമുന്നണിയുടെ കയ്യിൽ തന്നെയായിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഒരു വെല്ലുവിളി ഉയർത്താൻ പോലും ഒരുപക്ഷെ കോൺഗ്രസിനും UDFിനും കഴിഞ്ഞേക്കില്ല. പിന്നെ പ്രത്യേക കാര്യം പറയേണ്ടത്, ശ്രദ്ധാകേന്ദ്രമായി വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ കോർപ്പറേഷനുകളെല്ലായിടത്തും BJP തങ്ങളുടെ വോട്ട് വിഹിതവും തങ്ങളുടെ വാർഡുകളും സീറ്റുകളും ഉയർത്തുമെന്നുള്ള കാര്യമാണ്. കാരണം ഈ 4 ഇടത്തും തിരുവനന്തപുരത്ത് BJP നല്ല തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും. കൊല്ലത്തും അവർ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. എറണാകുളത്തും വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. തൃശ്ശൂരിൽ ഒരു പ്രതിപക്ഷമാകാനുള്ള സാധ്യത പോലും കൊണ്ട്. കോഴിക്കോടും കണ്ണൂരിലും അത്ര വലിയ ശക്തി അവർക്കില്ലെങ്കിലും വാർഡുകളുടെ എണ്ണം BJP വർദ്ധിപ്പിക്കും. BJP വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും തോറും കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും സാധ്യതയാണ് അവിടെ കുറയുന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം.